is a dirty business. കേരളത്തിലെ ചെറുപ്പക്കാരുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും ഇടയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസം പിടിയിലായ പെൺകുട്ടിയുടെ അലമുറയിട്ടുള്ള കരച്ചിൽ സമൂഹ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നു. ചില നിഗൂഢ ലക്ഷ്യങ്ങളോടെ ഒരുക്കപ്പെടുന്ന കെണികളിൽ മയക്കുമരുന്ന് വാഹകരായും മയക്കുമരുന്ന് ഉപഭോക്താക്കളായും അകപ്പെടുന്ന എത്രയെത്ര ജന്മങ്ങൾ. പ്രതീക്ഷയോടെ വളർത്തി വലുതാക്കിയിട്ട് വിടരും മുമ്പേ കൊഴിഞ്ഞു പോകുന്ന മക്കളെ ഓർത്ത് ജീവിതം കരഞ്ഞു തീർക്കേണ്ടി വരുന്ന നൂറുകണക്കിന് മാതാപിതാക്കൾ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മയക്കുമരുന്നിന് നിർവചനം നൽകുന്നുണ്ട്. ജീവനുള്ള എന്തിൻ്റെയും ഭാവവും കാഴ്ചപ്പാടും പെരുമാറ്റധാരണയും പേശി നാഡി പ്രവർത്തനങ്ങളിലും സാരമായ വ്യതിയാനം വരുത്തുവാൻ കഴിയുന്ന ലഹരി പദാർത്ഥമാണ് മയക്കുമരുന്ന്. പുകയില, മരിജുവാന, കൊക്കൈൻ തുടങ്ങി പരമ്പരാഗത മയക്കുമരുന്ന് ഇനങ്ങളും പുതിയ രൂപഭേദങ്ങളായ സിന്തറ്റിക് ഡ്രഗ്സ്, LSD, എസ്റ്റസി എന്ന് പൊതുവെ അറിയപ്പെടുന്ന MDMAയും ഇന്ന് കേരളത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ വ്യാപകമായി പടരുന്നുണ്ട്. ആൺപെൺ വ്യത്യാസമില്ലാതെ കേരളത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ മയക്കുമരുന്നിൻ്റെ അടിമകളായി മാറുന്ന നടുങ്ങുന്ന വാർത്തകളും ചിത്രങ്ങളുമാണ് നാം ദിനംപ്രതി കാണുന്നതും കേൾക്കുന്നതും. പണ്ട് കഞ്ചാവ് മാത്രമായിരുന്നു, പിന്നെ കുറച്ച് ഹീറോയിൻ, കൊക്കീൻ, ഓപ്പിയം ഒക്കെ പണ്ട് ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ആളുകൾ ഉപയോഗിക്കുകയായിരുന്നു. ഇപ്പോൾ അത് അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ക്വാണ്ടിറ്റിയും കൂടിയിട്ടുണ്ട്. പിന്നെ ഇതല്ലാതെ വേറെ സാധനങ്ങളും മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകം ആഘോഷിക്കാനും വേണ്ടിയുള്ള പാർട്ടികൾ ഏതും ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയും പ്രത്യേകം റേവ് പാർട്ടി ഡ്രഗ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയ ഗുളികളൊക്കെ ആണെങ്കിൽ എല്ലാം സിന്തറ്റിക് ഗുളികളാണ്. സിന്തറ്റിക്. ഇപ്പോൾ ഈ ലഹരി വസ്തുക്കളുടെ വേറെ ഒരു കാറ്റഗറി വന്നിട്ടുണ്ട്, പുകയില സാധനങ്ങൾ. പുകയില സാധനങ്ങളെ പറഞ്ഞു വെച്ചാൽ പാൻ പരാഗ്, പാൻ മസാല, ജർദ, കുട്ടിക്ക, ഖേനി, സിഗരറ്റ്, ബീഡി ഇതെല്ലാം പുകയില സാധനങ്ങളിൽ വരും. പുകയില സാധനത്തിനെ നിയന്ത്രിക്കാൻ ഒരു നിയമവും വന്നിട്ടുണ്ട്. കോട്ട്പ, COTPA, അതായത് സിഗരറ്റ്സ് ആൻഡ് അതർ പ്രൊഡക്ട്സ് ആക്ട്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമനമാണ്. അതുകൊണ്ട് ഫൈനാണ്. ഒരു കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കൂടുതൽ ഫൈൻ ഉണ്ടാവും, കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കുറഞ്ഞ ഫൈൻ ഉണ്ടാവുമെന്നാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ പടർന്നു പന്തലിക്കുന്ന ഈ മഹാവിപത്തിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ 2 ഓഡിയോ മെസ്സേജസ് നമ്മളിൽ പലരും കേട്ട് കാണും. ഒരു +2 പഠിപ്പിക്കുന്ന ടീച്ചർ എന്നുള്ള നിലയിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് അനുഭവിക്കുന്ന വേദനയും അത് തന്നെയാണ്. അവരെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല എന്ന് മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുക വരെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. സ്കൂളിൻ്റെ 4 കിലോമീറ്റർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് സ്കൂളിലേക്ക് കോള് വന്നത്. ഒരു പെൺകുട്ടിയും വേറെ 4 ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവരാണ്, സ്കൂളിൽ പഠിക്കുന്നതൊന്നുമല്ല, കുറച്ചും കൂടെ മുതിർന്നവരാണ് ആയിട്ട് അവിടെ ആ സ്ഥലത്ത് നിന്ന് ഒരു വീട്ടിൽ നിന്ന് അവർ അനാശാസ്യത്തിന് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഫോൺ വന്നു. അവസാനം അവർ ആ കുട്ടിയും കൊണ്ട് സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പം, അതും ഹയർ സെക്കൻഡറി +2 പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞു തന്നത് 19 ആ കുട്ടിയുടെ കൂട്ടുകാരായിട്ടുള്ളതും മറ്റു ക്ലാസ്സിലെ ഈ ചെയിനായിട്ടാണ് കൂടി 19 പെൺകുട്ടികളുടെ പേരാണ് ആ കുട്ടി പറഞ്ഞു തന്നത്. അവരെ എല്ലാവരെയും സമീപിച്ചപ്പോൾ അവരെല്ലാവരും ഇതുപോലെ ഇങ്ങനെ പുറത്തുള്ള ഈ ഡ്രഗ്സൊക്കെ അടിച്ചിട്ടുള്ളവന്മാരുടെ കൂടെ പുറത്ത് കറങ്ങാൻ പോവുകയും ഇവരും അത്യാവശ്യം ഇതെല്ലാം ഉപയോഗിക്കുകയും ചെയ്യുന്നു. സമീപ ഭാവിയിലൊന്നും കേരളത്തിന് ഇതിൽ നിന്ന് മോചനം നേടാൻ കഴിയില്ല. ഒരൊറ്റ വ്യക്തിക്കും ഒരു പ്രസ്ഥാനത്തിനും ഒരു സമൂഹത്തിനും നിയന്ത്രിക്കാൻ ആകാത്ത വിധം നമ്മുടെ യുവതലമുറ മയക്കുമരുന്നിന് അടിമയായിപ്പോയി. മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ കൂടുതൽ കൊണ്ട് സാമൂഹ്യ വിദ്രോഹങ്ങൾ ധാരാളം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും നമ്മുടെ തലമുറ പോയി കഴിഞ്ഞു. നമ്മുടെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളുടെ ബാഗുകൾ എന്നും തന്നെ പരിശോധിക്കുക. അതിപ്പോൾ എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ശരി, എത്ര വലിയ കുട്ടിയാണെങ്കിലും ശരി,
അതിൽ സംശയാസ്പദമായിട്ട് എന്ത് കണ്ടാലും നമ്മൾ ചോദ്യം ചെയ്യണം. അത് മിഠായി ആവട്ടെ, പേപ്പറാവട്ടെ. പേപ്പർ എന്ന് ഉദ്ദേശിച്ച് OCB എന്നും പറഞ്ഞ് എഴുതിയൊരു പേപ്പർ ഉണ്ടാവും, ബ്ലാക്ക് ഇതിൽ ചുമ്മാ ഒരു പേപ്പർ, അതിൻ്റെ അകത്ത് കഞ്ചാവ് ചുരുട്ടി വലിക്കണയാണ്. പിന്നെ ഐബോറിക് എന്നും പറഞ്ഞൊരു തുള്ളി മരുന്നുണ്ട് കണ്ണിലൊഴിക്കണേ, അത് ഈ മയക്കുമരുന്ന് കഞ്ചാവ് ഉപയോഗിച്ചിട്ട് കണ്ണ് ചുമന്ന് നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടി അത് ഒഴിക്കണ. അതുപോലെ സുറുമ ഉണ്ടാവും, കണ്ണ് ചുമക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കുക, അത്രയ്ക്ക് വ്യാപകമായി. ചില ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ. മരിജുവാന, ഹാഷിഷ് തുടങ്ങിയ മയക്കുമരുന്ന് പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് 2017 കേരള സ്റ്റേറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് 1,51,273 സെർച്ചുകളാണ് നടത്തിയത്. അതേ വർഷം തന്നെ 2085 മയക്കുമരുന്ന് അനുബന്ധ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 1110 കിലോ മരിജുവാന ആ വർഷം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചെടുക്കുകയുണ്ടായി. 2017 കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം 2022 ചിത്രം ഇതിലും ഭയാനകമാണ്. 2022 ജൂൺ മാസം 4 ടൈംസ് ഓഫ് ഇന്ത്യ ചില ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ 2017 ശേഷം പിടിച്ചെടുത്ത സൈക്കോട്രോഫിക് പദാർത്ഥങ്ങളുടെ കണക്കുകൾ. 2018 1370.28 kg, 2019 2510.93 kg, 2020 3030.02 kg. ഓരോ വർഷം കഴിയും തോറും പിടിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം ഇരട്ടിയാകുന്നുവെങ്കിൽ പിടിക്കപ്പെടാത്തവയുടെ എണ്ണം എത്രയോ 10 മടങ്ങായിരിക്കും. 2021 ആണ്ടിൽ 20 വയസ്സിന് താഴെയുള്ള 293 കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. നാർക്കോട്ടിക് ഡ്രഗ്സ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസ് ആക്ടിൻ്റെ കീഴിൽ 2019 മുതൽ 2022 ഫെബ്രുവരി മാസം 28 വരെ 15,446 കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 15,841 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൂടുതൽ അപകടകാരികളായ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം കേരളത്തിൽ വ്യാപകമാകുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം നടന്ന 4 DJ പാർട്ടികളിലെങ്കിലും സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം ഏറെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. LSD, MDMA തുടങ്ങിയ സിന്തറ്റിക് ഡ്രഗ്സ് 10 മടങ്ങ് അപകടകാരികളാണ്. 2021 കൊച്ചിയിൽ 4 ഹോട്ടലുകൾ നടത്തിയ റെയ്ഡിൽ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം കണ്ടെത്തുകയുണ്ടായി. പൂവാർ, വാഗമൺ, കൊച്ചി എന്നീ സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ 2021 തന്നെ പല പാർട്ടികളിലും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഇതേ വർഷം തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് 16.6 കിലോഗ്രാം ഹാഷിഷും 18.18 കിലോഗ്രാം ഹെറോയിനും 103.78 കിലോഗ്രാം ബ്രൗൺ ഷുഗറും 6.13 കിലോഗ്രാം MDMAയും 3.657 കിലോഗ്രാം LSDയും പിടിച്ചെടുത്തു. കഴിഞ്ഞ വർഷങ്ങളിൽ പിടിക്കപ്പെട്ട അപകടകാരിയായ MDMAയുടെ കണക്കുകൾ. 2019 230.015 കിലോഗ്രാം, 2020 564.116 കിലോഗ്രാം, 2021 അതിലും ഒത്തിരി കൂടുതലാണ്. 2019-20 വർഷങ്ങളിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ക്വാഡ് 3 ടണ്ണിൽ കൂടുതൽ ഗാഞ്ച പിടിച്ചെടുത്തു. 2021 5632.6 കിലോഗ്രാം ഗാഞ്ചയും 760 ഗാഞ്ച ചെടികളും പിടിച്ചെടുക്കുകയുണ്ടായി. മയക്കുമരുന്നിൻ്റെ ഉപയോഗം നമ്മുടെ ശരീരത്തിനും മനസ്സിനും തലച്ചോറിനും സാരമായ ക്ഷതങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ജുവാൻ ചുങ്കപ്പുര മദ്യവും മയക്കുമരുന്നും നമ്മുടെ ശരീരത്തെ എങ്ങനെ സാരമായി ബാധിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം. മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും മദ്യവും മയക്കുമരുന്നും കാര്യമായ തോതിൽ ക്ഷതപ്പെടുത്തുന്നുണ്ട്. തലച്ചോറിൻ്റെ ഇലക്ട്രിക്കൽ വേവ്സിനെ ബാധിക്കുന്നത് കൊണ്ട് അത് എപ്പിലെപ്സി പോലെ ഉള്ള കോട്ടം അഥവാ ഫിറ്റ്സ് എന്ന് പറയുന്ന ഒരസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനും പുറമെ മനുഷ്യന് പ്രധാനമായിട്ടും അവന് സന്തോഷവും സംതൃപ്തിയുമൊക്കെ കൊടുക്കുന്ന ഡോപ്പമിൻ, ജോലി ചെയ്യുവാനുള്ള താല്പര്യവും എനർജിയും ഊർജവും കൊടുക്കുന്ന സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ, എൻകഫാലിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു.
ചില മയക്കുമരുന്നുകൾ, പ്രത്യേകിച്ചും കഞ്ചാവ്, ഹെറോയിൻ, ഓപ്പിയം, മോർഫീൻ, പെത്തഡീൻ, MDA, PCP, ഫെൻസൈക്ലിഡിൻ, കോഫ് സിറപ്പ് ഇങ്ങനെയുള്ള പല മയക്കുമരുന്നുകളും മാനസികാരോഗ്യം തകർക്കുവാനുള്ള കാരണം തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ക്ഷതപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ്. മയക്കുമരുന്നിൻ്റെ വ്യാപനത്തിന് തടയിടേണ്ട സമയം എത്രയോ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് നേർവഴി എന്ന പദ്ധതിയിലൂടെ മയക്കുമരുന്നിന് അടിമകളായ ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്തുവാൻ ഒത്തിരി പരിശ്രമം നടത്തുന്നുണ്ട്. കേരളത്തിൽ പല NGOകളും ഡ്രഗ് ഇറാഡിക്കേഷൻ പ്രവർത്തനങ്ങളിൽ തങ്ങളാൽ കഴിയും വിധം വ്യാപൃതരാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് സലീഷ്യൻസ് ഓഫ് ഡോൺ ബോസ്കോ ബാംഗ്ലൂർ പ്രോവിൻസിൻ്റെ സാമൂഹിക ക്ഷേമ വിഭാഗമായ ബ്രെഡ്സിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡ്രീം പ്രോജക്റ്റാണ്. ഡ്രഗ് റീഹാബിലിറ്റേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് മെൻറ്ററിംഗ് ഡ്രീം 2021 കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. നിലവിൽ 10 ജില്ലകളിൽ ഡ്രീം പ്രോജക്റ്റ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ സ്തുത്യർഹമായ സേവനം നൽകുന്നു. അധ്യാപകർക്കും മാതാപിതാക്കൾക്കും സന്നദ്ധ സംഘടനകൾക്കും ട്രെയിനിങ്, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിമുക്തി ക്ലബ്ബ് രൂപീകരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളിൽ ഡ്രീം വ്യാപൃതരാണ്. ഡ്രീം ഇന്നുവരെ 5,20,000 കുട്ടികൾക്കും 6,800 സ്കൂൾ കോളേജ് അധ്യാപകർക്കും 3,00,000-ലധികം മാതാപിതാക്കൾക്കും 100-ലധികം സന്നദ്ധ സേവകർക്കും ട്രെയിനിങ് നൽകിക്കഴിഞ്ഞു. ഗവൺമെൻറ്റിനോട് കൈകോർത്ത് മാതാപിതാക്കളും അധ്യാപകരും സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ മത നേതൃത്വവുമൊക്കെ സത്വര നടപടികളുമായി മുന്നോട്ട് പോയാൽ മാത്രമേ കേരള യുവത്വത്തെ കാർന്നു തിന്നുന്ന ഈ മഹാവിപത്തിനെ നമുക്ക് തുടച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. മനസാക്ഷിയുടെ ശബ്ദമായി സാക്ഷി വീണ്ടും വരും. നന്ദി, നമസ്കാരം.